വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ്. സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഫേസിന് വേണ്ടിയിട്ട്, നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഒരു സ്കിൻ കെയർ ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വേറൊരു പുതിയൊരു ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ കൈകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ്. ഇപ്പം ഒരുപാട് പ്രായം അധികം ഇല്ലാത്തവരുടെ കൈ കണ്ടാലും പിന്നെ നമുക്ക് പ്രായം ആയതുപോലുള്ള ഇതാണ് നമുക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞാലും ചിലവരുടെയൊക്കെ കൈ കാണാൻ സാധിക്കും. പിന്നെ ഈ പ്രായമായവരുടെ, അതായത് ഒരു 10-60 വയസ്സ് കഴിഞ്ഞവരുടെ കൈ പോലെ ഇരിക്കും. അതായത് ചുറ്റിച്ചുളിഞ്ഞ് എന്താ പറയുക, ഒരു സോഫ്റ്റ്നെസ് ഇല്ലാത്ത അങ്ങനെ ഒരു കൈ. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാനായിട്ട്, അപ്പോൾ എനിക്ക് എൻ്റെ വാട്സപ്പിലൊരു കമൻറ്റ് വന്നായിരുന്നു. എനിക്ക് അറിയാവുന്നൊരു ചേച്ചി തന്നെയാണ്. അപ്പോൾ ആ ചേച്ചി എനിക്കൊരു കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പം പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ഒരു ടിപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ആ ചേച്ചി ചോദിച്ച ആ ചേച്ചിക്ക് 42 വയസ്സുണ്ട്. അപ്പോൾ ആ വ്യക്തി പറയുന്നത് എൻ്റെ കൈ കണ്ടു കഴിഞ്ഞാൽ ഒരു 50 വയസ്സിന് മേളിലുള്ളവരുടെ കൈ പോലാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം എനിക്ക് 42 വയസ്സുള്ളൂ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും ഹോം റെമഡീസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു പരിഹരിക്കാൻ ചേച്ചി ഞാൻ ഒരു വീഡിയോ അതിൻ്റെ ആയിട്ട് ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ടിപ്പ്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ ചേച്ചിക്ക് മാത്രമല്ല പ്രയോജനപ്പെടുന്നത്. ഈ വീഡിയോ ആർക്കൊക്കെ കാണാൻ പറ്റുന്നു. ഇപ്പം പ്രായം 40 വയസ്സിന് എബോവ് ഉള്ളവർ മാത്രമല്ല, ഇത് ചെറിയ പ്രായക്കാരും ഇത് ആഴ്ചയിലൊന്ന് ചെയ്താൽ നിങ്ങൾക്ക് ആ പ്രായം എത്തുമ്പോഴത്തേക്കും, ഇപ്പോൾ 25 വയസ്സ് 30 വയസ്സിനോട് അടുക്കുന്ന പ്രായമുള്ള പിള്ളേരാണെങ്കിലും ആൾക്കാരാണെങ്കിലും നമ്മളത് ചെയ്താൽ, ഇപ്പം 20 വയസ്സ് മുതൽ നമുക്കിത് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചെയ്യുമ്പോഴത്തേക്കും, ആ വയസ്സിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ 40ാമത്തെ വയസ്സാകുമ്പോൾ നമ്മുടെ കൈ അപ്പോഴും യങ്ങായിട്ട് തന്നെ ഇരിക്കുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ മുൻപ് ഞാൻ സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ ഹോം റെമഡീസ് കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തോന്നിയത്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു കൈകൾ ഒന്ന് ഭംഗിയാക്കാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി പരിഹരിക്കാൻ വിഷമിക്കേണ്ട, ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ, ആ ചേച്ചിക്കും പ്രയോജനപ്പെട്ടെ ബാക്കി എൻ്റെ സബ്സ്ക്രൈബറായ ആളുകൾക്കും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോഴത്തേക്കും അതിന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. അതായത് നമ്മുടെ വീട്ടിൽ പഞ്ചസാര ഉണ്ടല്ലോ, അതേ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ പഞ്ചസാര. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പ്. അപ്പം ഞാൻ ഈ പഞ്ചസാരയിലേക്ക് ഉപ്പിടുകയാണ്. അതുപോലെ തന്നെ 1/2 സ്പൂൺ, ചെറിയ സ്പൂണാണ്, ഈ 1/2 സ്പൂൺ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. തിളപ്പിക്കാത്ത പാലാണ്, പച്ചപ്പാലാണ് എടുക്കേണ്ടത്. അപ്പം അത് ഒരു 2 സ്പൂണ് ഇതിലോട്ട് ആഡ് ചെയ്യുക കേട്ടോ. 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലിടാം ഇത് കേട്ടോ. ഞാൻ ഇത് കാണിച്ചു തരാം, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്ലെൻസിങ്, പാലെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ക്ലെൻസറാണ് പാല്. അതായത് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിലും ഫേഷ്യലൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും, വീട്ടിൽ നാച്ചുറലായിട്ടൊക്കെ ഫേഷ്യൽ പൊടിക്കൈകളൊക്കെ കൊണ്ട് ചെയ്യുന്നവരാണെങ്കിലും, അപ്പോൾ പാല് കൊണ്ട് നമ്മൾ ഫേസ് ക്ലെൻസിങ് ചെയ്യാറില്ലേ. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പം അത് നമ്മുടെ കയ്യിലാണ് നമ്മളിത് ചെയ്യുന്നത്. പാലെന്ന് പറഞ്ഞാൽ നിറം വെക്കുന്നതാണ്. നമ്മൾ ഉള്ളിൽ കുടിക്കുന്നത് മാത്രമല്ല, നമ്മുടെ മുഖത്താണെങ്കിലും നമ്മുടെ കയ്യിൽ, നമ്മുടെ ശരീരത്തിൽ എവിടെ നമ്മൾ തേച്ചാലും നമുക്ക് അവിടെ ഒരു നിറം വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിത് പാലെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടും കൂടെ, ഇത് 3 കൂടെ നന്നായിട്ട്, 3 അല്ല 4 കൂടെ നന്നായിട്ട്, അതായത് പഞ്ചസാര, ഉപ്പ്, പാല്, വെളിച്ചെണ്ണ, ഈ 4 കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇടുക. ഞാൻ കാണിച്ചു തരാവേ. അതുപോലെ തന്നെ കയ്യിലിട്ട് ഒരു 2 മിനിറ്റ് കയ്യിലിടുക. നമ്മുടെ കയ്യിൽ 2 മിനിറ്റ് ഇടുക. എന്നിട്ട് നമ്മുടെ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത്, ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ നമ്മൾ 2 കൈയിലും തേക്കണമെങ്കിൽ 2 കൈയിലും നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇത് ഒരു കൈക്ക് മാത്രമല്ല, നമ്മൾ എടുക്കുമ്പോൾ 2 കൈക്കും കൂടെ ചെയ്യേണ്ട വിധത്തിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മസാജ് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാമേ.
അപ്പോൾ ഞാൻ കൈയൊക്കെ കഴുകി വാഷ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. കണ്ടോ, കയ്യിൽ ഇപ്പം തന്നെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കൈക്ക്. അപ്പം ഇനി അടുത്ത് ഇതൊരു ക്ലെൻസിങ് ആണ് ചെയ്തത്. ക്ലെൻസിങ് സ്ക്രബ്ബർ അങ്ങനെയാണ് ഇതിന് പറയുന്നത്. ഇനി അടുത്ത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പായ്ക്ക്, ചെറിയൊരു പായ്ക്ക്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ച് കാപ്പിപ്പൊടി, ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയോ ഇല്ലെങ്കിൽ നമ്മൾ കരിയുള്ള കാപ്പിപ്പൊടി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു സ്പൂൺ കടലമാവ്, ചെറിയ സ്പൂൺ മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണം, കൈക്ക് മാത്രം മതി കേട്ടോ അല്ലേ. ഒരു സ്പൂൺ കടലമാവ്, അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ പാല്. ചെറിയ കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഞാൻ പാലെടുത്തത്. ഒരു 4 സ്പൂൺ ഞാൻ ഇപ്പോൾ ഈ കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇതും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്തൊക്കെയാണ് മിക്സ് ചെയ്തതെന്ന് അറിയാമോ? കടലമാവ്, കോഫി പൗഡർ, പാല്, ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു പാക്കായിട്ട് നമ്മുടെ കയ്യിലിടണം. നല്ല അടിപൊളിയൊരു പാക്കാണ്. അപ്പോൾ ഈ പാക്ക് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക. 5 മിനിറ്റ് കൊടുക്കണമെന്നില്ല, ഒരു 2 മിനിറ്റോളം ഒന്ന് മസാജ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. കാരണം ഇത് നമ്മുടെ കയ്യിലൊന്ന് പിടിച്ച് വരണമെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കും. ഇത് ഒന്ന് ഉണങ്ങി വരണം. നമ്മൾ പാക്കല്ലേ ഇടുന്നത്. അപ്പം കടലമാവത്തൊന്ന് ലൈറ്റായിട്ടൊന്ന് ഉണങ്ങി വരണം. എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകണ്ട, ലൈറ്റായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു മോയ്സ്ചറൈസർ ഇടാം, ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യമില്ല. കാരണം ആ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ട് ഓൾറെഡി. നമ്മൾ വെളിച്ചെണ്ണ ഇട്ടതുകൊണ്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ കൈ സോഫ്റ്റാണ്. ഓൾറെഡി നമുക്ക് പിന്നെ മോയ്സ്ചറൈസർ വേണമെന്നില്ല. പിന്നെ കയ്യിലുള്ളവർ നമുക്കിടാം, ഇല്ലെങ്കിലും നമുക്ക് ഇടണമെന്നില്ല. ഓൾറെഡി നമ്മുടെ കൈ സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ തന്നെ കൈ നല്ല സോഫ്റ്റാണ്. പിന്നെ ഇനി അടുത്ത് ഞാൻ പാക്ക് ഇടുന്നത് കാണിക്കാം കേട്ടോ. കണ്ടോ, ഓൾറെഡി പാക്കിട്ട് കഴിഞ്ഞു. ഞാൻ പാക്കിട്ടൊന്ന് മസാജ് കൊടുക്കണം കേട്ടോ. ഞാൻ മസാജ് ചെയ്തു, ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തു. അതിന് ശേഷമാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് ഇത് ഒന്ന് ഉണങ്ങണം. നന്നായിട്ട് ഒരുപാട് അങ്ങ് ഡ്രൈ ആവേണ്ട, ആവശ്യത്തിന്. നമുക്കറിയാമല്ലോ നമ്മുടെ കൈ ഡ്രൈ ആവുന്നതൊക്കെ. അപ്പോൾ നമ്മളിതിപ്പോൾ ഈ പാക്കിട്ടിരിക്കുകയാണ് കൈക്ക്. മറന്നു പോകരുത് കടലമാവ്. പിന്നെ കടലമാവ് ഇല്ലാത്തവരാണെങ്കിൽ, ഇപ്പം വീട്ടിൽ കടലമാവ് ഇല്ല എന്നുള്ളവരാണെങ്കിലും അരിപ്പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം. അരിപ്പൊടിയും നമുക്ക് ഒരു ബ്രൈറ്റനിങ് ഏജൻ്റാണ്. അപ്പം അരിപ്പൊടിയാണെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. കടലമാവ് ഇല്ലാത്തവർ അത് ചെയ്യുക. കടലമാവാണ് ഒന്നുകൂടെ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത്. അപ്പം കടലമാവില്ലാത്തവർ അരിപ്പൊടി ഉപയോഗിക്കുക, ഓപ്ഷണൽ. ഇങ്ങനെ കടലമാവ് തന്നെയാണ് മെയിൻ ഉപയോഗിക്കേണ്ടത്. അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അരിപ്പൊടി ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ കടലമാവ്, കോഫി പൗഡർ, പാല്, ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നമ്മുടെ കയ്യിലിടുക. പുരട്ടിയതിന് ശേഷം നമ്മൾ നല്ലൊരു മസാജ് കൊടുക്കുക. 1-2 മിനിറ്റോളം മസാജ് കൊടുക്കുക. ശേഷം അതിനെ ഡ്രൈ ആകാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ കൈ ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും കയ്യിൽ മോയ്സ്ചറൈസർ ഉള്ളവരാണെങ്കിൽ അത് ചെയ്യുക, അതിടുക. അല്ലാത്തവർ ഇടേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മുടെ കൈ സോഫ്റ്റാണ്. അപ്പം ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം ചെയ്താൽ മതി. എല്ലാ ദിവസവും കുത്തിയിരുന്ന് ഇത് ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ ഒന്നിരുന്ന് ചെയ്താൽ മതി. ഇപ്പം മാസത്തിലാകുമ്പോൾ 4 പ്രാവശ്യം അങ്ങനെ. അപ്പം ആഴ്ചയിൽ ഇത് ട്രൈ ചെയ്യുക. അഥവാ ഇതൊന്നും ചെയ്യാൻ എപ്പോഴും ഇങ്ങനെ ആഴ്ചയിലാണെങ്കിൽ പോലും ചെയ്യാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ മാസത്തിലൊന്നാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്കതൊരു വലിയ നഷ്ടമാണ്. നിങ്ങളുടെ കൈകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു നഷ്ടമാണ്. നിങ്ങൾ ഈ പൈസയൊക്കെ കൊടുത്ത് വലിയ ഹാൻഡ് ക്രീമോ നൈറ്റ് ക്രീമോ അങ്ങനെ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ചെയ്താൽ മതി. ഇതൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്താണെങ്കിലും നമ്മുടെ വീട്ടിൽ ഈ വെളിച്ചെണ്ണയാണെങ്കിലും ഇതൊക്കെ അരിപ്പൊടി, കടലമാവ്, പഞ്ചസാര, ഉപ്പ് ഇതെല്ലാം വില കൊടുത്ത് തന്നെ നമ്മൾ വാങ്ങിക്കും. അതിൽ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ അല്ലാതെ ഇതുപോലുള്ള ക്രീംസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വേറെ എക്സ്പെൻസീവായിട്ട് കളയേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ കൈ കണ്ടോ, നേരത്തേക്കാളും കളർ വെച്ചു, സോഫ്റ്റായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സൂപ്പർ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇന്ന് തന്നെ ഈ വീട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് അഭിപ്രായം പറയണം കേട്ടോ.
ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇടും, കാരണം അതുപോലെ അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആ കാര്യത്തിൻ്റെ നിങ്ങൾ അഭിപ്രായം പറയുക, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയുക. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.